വസിക്കും. വഫാത്തിന്റെ വിതയിൽ മദീന ഒന്നാക്കി പെയ്തെറിഞ്ഞ നേരം പ്രകാശം പോയി മറിഞ്ഞ രാവിൽ അന്നാരെയും നിത് തൈകെ എത്തിയില്ല. അവരെങ്ങനെ ഉറങ്ങും? ശ്രവണ സുന്ദരമായ ബാങ്കുലി കേട്ട് പുളകമണിഞ്ഞ പവിത്രമായ മദീന മണ്ണ്, ആ മണ്ണും വിണ്ടും തേങ്ങിപ്പോയ നേരം ബിലാൽ റളിയല്ലാഹുവിന് തീരെ താങ്ങാനായില്ല. മനം നിറയെ കണ്ടും കണ്ണു കുളിരേ കേട്ടും ആ ഒഴവെങ്കിലും പ്രവാചകരോട് പിരിശപ്പെട്ടനാൾക്ക് തിരിശീല് വീഴുകയാണല്ലോ. ഇല്ല, തീർന്നമില്ലാത്ത ഈ മദീന മണ്ണിൽ എനിക്ക് പാർക്കാനാവില്ല. നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മിയ ആ രാവിൽ രാക്കുൽ പാട്ട് നിർത്തിയ ആ നാളിൽ പൂനിലാവ് പുഞ്ചു കഴിഞ്ഞ ആ വേളയിൽ ഇനി ഞാൻ ആർക്കു വേണ്ടി, ഇനി ഞാൻ ആർക്ക് ബാങ്ക് വിളിക്കും? തന്ത്രിച്ചൊപ്പം നേരം ബിലാൽ റളിയല്ലാഹു ഡമസ്കസിലേക്ക് യാത്രയായി. ആരോടും ഒന്നും മുറിയാടാതെ നിർവിഹായസിനെത്തായ ഹരിതഗേത്തിൽ ഈന്തപ്പനകളുടെ ശീതള ചായ മയങ്ങുന്ന ഹബീബിന്റെ മണ്ണിലെത്താൻ ആദ്യത്തെ രാവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ബിലാൽ റളിയല്ലാഹുവിന്റെ കനവിൽ ഇതെന്തൊരു പിണക്കമാ ബിലാലെ! കനവിൽ ഹബീബ് ഇരുന്ന് വന്ന നേരം പിന്നെ ബിലാൽ റളിയല്ലാഹു കരച്ചിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചെന്ന് കൂട്ടുകാരെ? പ്രണയത്തിന്റെ പൂഞ്ഞലിൽ ഹബീബ് വന്നപ്പോൾ ബിലാൽ റളിയല്ലാഹുവിനെ സ്ത്രീകൾ സ്പർശിച്ചു. തീഷ്ണമായ പ്രേമവാരവേശത്തിൽ ഹബീബ് വന്നപ്പോൾ സന്തോഷം അല്ല തല്ലി റളിയുടെ ചാർച്ചെന്ന് മണ്ണൻതിട്ടൽ കിടന്നുരുണ്ട് ബിലാൽ റളിയല്ലാഹു കരയുകയാണ്. ഈ രംഗം കണ്ട സ്വഹാബികൾ ബിലാൽ റളിയല്ലാഹു സമാശ്വസിപ്പിച്ചു. ഹസ്സൻ ഹുസൈൻ ബിനാനിതരെ അവർ രണ്ടുപേരും ഓടിച്ചെന്ന് ബിലാൽ റളിയല്ലാഹുവിന്റെ വാരി പുണർന്നു. പുണ്യ മദീനയിൽ ഹബീബുണ്ടായ പുഷ്കലമായ കല തിരിച്ചു വന്നതുപോലെ അനുഭവപ്പെട്ടു. ഹസ്സൻ ഹുസൈൻ ബിനാനിതരെ അവർ ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഒഴിഞ്ഞു മാറാൻ പല തരത്തിലും ബിലാൽ റളിയല്ലാഹു ശ്രമിച്ചു. എങ്കിലും മുത്തുനബിയുടെ കരളിന്റെ തുടിപ്പായ ഫാത്തിമ ബീവിയുടെ 2 റോസാപ്പൂക്കള മക്കളാണുള്ളവർ. ഇത് ഞാൻ എങ്ങനെ നിരസിക്കും? ഒടുവിൽ അത് സംഭവിച്ചു. മദീനയിലെ കാറ്റലുകൾ അസ്രലങ്ങളെ ഈന്തപ്പന മരങ്ങളിലേക്കും വീടുകളിലേക്കും എത്തിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഹീദിന്റെ അമൃതനി മദീനയിലേക്ക് പെയ്തൊഴിഞ്ഞപ്പോൾ ഹർഷപുലകമായി. ഇനി ഷഹാദത്തിന്റെ വചനങ്ങളാണ് ഉരുവിടാനുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചുണ്ടാണ് മുത്തം തരുന്ന മുഹമ്മദ് എന്ന വാക്കിലേക്ക് തന്റെ നാദവിസ്മത്തെ ചേർക്കുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു പ്രജ്ഞയിൽ വീണ്ടുപോയി. മസ്ജിദിന്റെ ബോർഡ് മിഹ്റാബിൽ